നോക്കട്ടെ. ജയ് ഭാരത് മാതാ കി. തേജ ആർക്കാ? റൈഡർ കണ്ണാപ്പി അല്ല. ചെറിയൊരു കളർ ചേഞ്ച്. ഗൈസ് തേജ ബൈ ബില്ല് കൊടുക്കുന്നുണ്ട്. ബില്ലാക്കാണ്. റിച്ച് ഗേൾ, ഞങ്ങളെ റിച്ച് ഗേളാണ്. ഗൈസ് നമ്മൾ കുറേ കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. തെണ്ടലാണ്. അതെ, ബാക്കി മീൻസ് എന്തൊക്കെ കിട്ടി? എനിക്കൊന്നും കിട്ടിയില്ല. ബെൽറ്റ് കിട്ടി, ഇനിയൊന്നും കിട്ടിയില്ല. നമുക്ക് ബാഗ് കിട്ടണം, ചെരുപ്പ് കിട്ടണം, ഒക്കെ കിട്ടണം. ഫുൾ ടെൻഡറാണ്. എടി മാറടി. എന്തായാലും എന്ത് സൗണ്ട് ഒക്കെ കേട്ട്, എല്ലാം കേട്ട്. ഇല്ല, ഞങ്ങൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എടാ പറയില്ല, മറുപടി ഒന്നും യൂട്യൂബർ ചായ കണ്ടത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അലിക്കാന്റെ ബിരിയാണി കഴിക്കാൻ പോവാണ്. അല്ലാട്ടോ, ഗോപി എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? സുനാമി വരുമോ? ഞങ്ങൾ പിക്ക് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കുമ്പോ ഇവിടെ മൊത്തം ആൾക്കാർ ഞങ്ങൾ നല്ല ഫോണ്, ഞങ്ങൾ നല്ല ഫോണാണ് ഗൈസ്. എന്റെ ഫോണുണ്ട് ഗൈസ്, എല്ലാവരും ഫോൺ ഗൈസ്. ഞങ്ങളെ സിനിമയിലേക്ക് എടുത്ത് ഫേമസ് ആവുമ്പോൾ ഒരവിടെ റെഡി ആവുന്നുണ്ട് ഗൈസ്. നമ്മള് ഫുഡ് കഴിച്ച് ബീച്ചിലേക്ക് ഒരാളെ കണ്ട് ആരെ പറഞ്ഞത് അതുൽ രാജ്, ഒരു യൂട്യൂബർ. അതെ, അപ്പോൾ ഞങ്ങൾ ഫേമസ് ആയി കഴിഞ്ഞ അങ്ങനെ. A few moments later. ഫ്രൈഡ് റൈസും 2 പീസ് ചില്ലി ചിക്കനും കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 99 രൂപയ്ക്ക് ഗീ റൈസും ചിക്കൻ കറിയും കിട്ടി എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മൾ ഗുജറാത്തി സ്ട്രീറ്റിലൊക്കെ വന്ന് കുറെ കറങ്ങി, കഫേലൊക്കെ കഫേലൊക്കെ കയറി അടിപൊളി ഫുഡ് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടത് അവിടുത്തെ ചോക്കോലാവ കേക്കാണ്. നമ്മള് ഫസ്റ്റ് ഇയർ മുതൽ പറയാൻ തുടങ്ങിയാണ് ബീച്ചിൽ വരണം, ബീച്ചിൽ വരണം. 3rd ഇയർ ആയി. അങ്ങനെ സുനാമി വന്നാലും കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ് ആണ്. വെയിലല്ല അല്ലേ? നല്ല ക്ലൈമറ്റ്. ഗൈസ് നമ്മൾ എപ്പം പോയി ബീച്ചിൽ വന്ന് മറ്റേ ഇവിടെ പോയി ഗുജറാത്തി സ്ട്രീറ്റ് പോയി. പിന്നെ ഞങ്ങളെ പരിചയമുള്ള കുറച്ച് ആൾക്കാർ like you're up to something, like you're up to something. Scandalized, tell you smile, but to hold no one makes you blush. Something is like this. Happiness and the attention you don't listen. You've been
അളച്ച കൊടുത്താ ഏടെ ഇങ്ങോട്ട് കേറാലോ. ഇവിടെ ഒരാള് കഷ്ടപ്പെട്ട് എന്താക്ക വൈക അതും സ്റ്റാർബക്സിൽ കാല് വെച്ചിട്ടാണ് കാല് ഉടക്കുന്നത്.